കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചു നടത്തിയ പ്രതിഷേധം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് മെഴുകുതിരി തെളിയിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിലാണ് ഉദ്ഘാടനം ചെയ്തത്. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിൽ കലാലയ രാഷ്ട്രീയത്തിന് കടിഞ്ഞാനിടാതെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാരിനെന്നും വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഇനിയും കേരളത്തിന് കഴിഞ്ഞിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കേരളം രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയെന്നും ആഭ്യന്തര വകുപ്പ് തികച്ചും പരാജയമാണെന്നും മുഖ്യപ്രഭാഷണത്തിൽ ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ KS കുറ്റപ്പെടുത്തി. ചടങ്ങിൽ MA രവി കീരമ്പാറ, പിയേഴ്സൺ K ഐസക്, CK കുമാരൻ, ട്രഷറർ ലാലു മാത്യു, അനി PT, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ, ലീഗൽ വിംഗ് പ്രസിഡന്റ് ഹെൻസൺ കണ്ണാടൻ, ചെറിയാൻ പെലകുടി, വനിതാ വിംഗ് പ്രസിഡന്റ് ശാന്തമ്മ ജോർജ്, തങ്കച്ചൻ കോട്ടപ്പടി, സുരേഷ് IS, രാജപ്പൻ നേര്യമംഗലം, രവി ഇഞ്ചൂർ, ബിനോയ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. അതാർക്കും പരാതിയില്ല, അതാർക്കും വേദന ജനിപ്പിക്കുന്നതല്ല, അതിന്റെ വീഡിയോ കണ്ടാൽ ആരും ഞെട്ടാറില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരുപക്ഷെ ഈ 2025 ഏറ്റവും വേദനയുള്ളവാക്കുന്ന ഒരു വീഡിയോയായിരിക്കും, ഒരു ചിത്രമായിരിക്കും അതെന്ന കാര്യത്തിൽ ആരും സംശയമില്ല. എത്രമാത്രം ക്രൂരമായ വിനോദമാണ് അവർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ പച്ച മാംസത്തേക്ക് നമുക്കറിയാം, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ സൂചി കാണുമ്പോൾ ഒരുപക്ഷെ ഏത് കഠിന ഹൃദയമുള്ള വ്യക്തിയും ഒരുപക്ഷെ ഒന്ന് വിറങ്ങലിച്ചു പോകും. കാരണം പച്ച മാംസത്തിലേക്കാണ് സൂചി കുത്തിയിറക്കുക. ഒരു സൂചിയുടെ 10-50 ഇരട്ടി മടങ്ങുള്ള കോമ്പസ് കൊണ്ട് എണ്ണം പറഞ്ഞ് കുത്തി രസിച്ച് ചിരിക്കുന്ന അട്ടഹസിക്കുന്ന ക്രൂര വിനോദത്തിന്റെ ഉടമകളായിട്ടുള്ള കാപാലികളെന്നാണ് അവർ വിളിക്കുന്നത്. നമുക്കറിയാം, ആ സംഭവങ്ങളൊക്കെ ടിവിയിൽ കണ്ടു. മക്കളായി കിടക്കുന്ന കുട്ടികളുടെ ദേഹത്ത് സമപ്രായക്കാരായ കുട്ടികൾ കോമ്പസ് കൊണ്ട് കുത്തി ആ നീറിപ്പുകയുന്ന സാഹചര്യത്തിൽ പൊട്ടിക്കറിയുന്ന മക്കളെ നോക്കി ആ ചെറുപ്പക്കാരെ അട്ടഹസിക്കുന്ന ഒരു ചെന്നായ കൂട്ടങ്ങൾ, ആ ചെന്നായ കൂട്ടങ്ങൾ വാർത്തെടുക്കുന്നത് ഇവിടുത്തെ മരണമൂടങ്ങളാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. ഇതാണ് കമ്മ്യൂണിസം, ഇതാണ് SFI, ഇതാണ് DYFI. ഈ അരാജകത്വം നിറഞ്ഞ ഭരണകൂടത്തെ താഴെയിറക്കി ഒരു നന്മയുടെ രാജ്യം കെട്ടിപ്പടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്ന, ഇവിടുത്തെ പിണറായി ഭരിക്കുന്ന ആഭ്യന്തരം തികച്ചും പരാജയമാണ്. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പോലീസ് വണ്ടി ഏതാനും ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു. കഴിഞ്ഞ ദിവസം തൃശൂർ ടൗണില് ഏതാനും ചെറുപ്പക്കാർ കൂടി അവർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ആ ഹോട്ടലിൽ പൈസ കഴിച്ചപ്പോൾ എല്ലാം അടിച്ചു തകർത്തിരിക്കുന്നു. എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ പോക്ക്? ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ,